സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പഞ്ചായത്തുകളിലൊന്നാണ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത്. കിഴക്ക് കരിച്ചേരിപ്പുഴയും വടക്ക് പള്ളിക്കര ഉദുമ ഗ്രാമപഞ്ചായത്തുകളും പടിഞ്ഞാറ് അറബിക്കടലും വടക്ക് ചന്ദ്രഗിരിപ്പുഴയും അതിരിടുന്ന 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ളതാണ് ഈ ഗ്രാമപഞ്ചായത്ത്. കടലോരവും താഴ്വാരവും മലയോരവും സമ്മേളിക്കുന്ന പ്രകൃതിയുടെ ഈ മടിത്തട്ടിൽ നിരവധി കാവുകളും പച്ചത്തുരുത്തുകളും ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികളിലൂടെ സംരക്ഷിച്ചു വരുന്നു. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കരിമ്പാറയിൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന ദേളി കുന്നുംപാറയിലെ ഈ മുളന്തുരുത്ത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിലെ കുന്നുപാറ എന്ന സ്ഥലത്ത് കഠിന യാഥാർത്ഥ്യങ്ങൾക്കൊടുവിൽ 6 വർഷത്തെ അശ്രീണ പരിശ്രമങ്ങളാൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം സാഫല്യമായതാണ് ഈ മുളന്തുരുത്ത്. (2019-20 വർഷത്തിൽ ബാംബു ക്യാപിറ്റൽ ഓഫ് കേരള എന്ന പദ്ധതി പ്രകാരം മുളയെ അടിസ്ഥാനമാക്കിയുള്ള പരിസ്ഥിതി സംരക്ഷണ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായാണ് ഈ മുളന്തുരുത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത്. (1500-ലധികം മുളന്തൈകൾ പദ്ധതിയുടെ ഭാഗമായി നടുകയുണ്ടായി. മണ്ണു കുറഞ്ഞ ചെങ്കല്ല് പാറകൾ നിറഞ്ഞ പരിസ്ഥിതി സംരക്ഷണത്തിനും മുളയുടെ വളർച്ചയ്ക്കും അനുയോജ്യമായ പ്രദേശമാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. ഏറ്റവും വേഗത്തിൽ വളരുന്നതും മറ്റു വൃക്ഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 30% ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേകത മുളകൾക്കുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരെ വലിയൊരു പാറപ്പുറമായിരുന്ന ഈ സ്ഥലം, ഏകദേശം ഒരു 2.5 ഏക്കറോളം വരുന്ന ഈ ഭൂമി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് വാങ്ങുമ്പോൾ അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുമെന്ന്. 1500-ഓളം മുളൻ തൈകൾ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അത് നല്ല രീതിയിൽ ഇവിടെ നട്ട് പിടിപ്പിച്ച് ഇപ്പോൾ ഈ പാറപ്പുറം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം വളരെ മാറ്റം, നമുക്കിവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഏറ്റവും നല്ലൊരു വായു ശ്വസിക്കാൻ കഴിയുന്ന രീതിയിൽ ഇപ്പൊ ഇവിടുത്തെ മണ്ണ് തന്നെ ഒരുപാട് ഫലപുഷ്ടിയായ മണ്ണായി മാറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു മാറ്റമാണ് ഈ മുളന്തുരുത്തിലൂടെ നമുക്കിപ്പോ കാണുന്നത്. മഹാത്മാഗാന്ധി NREGA പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് 1500-ലധികം മുളന്തൈകൾ ഈ പ്രദേശത്ത് നട്ട് സംരക്ഷിച്ചു വന്നത്. വർഷങ്ങൾക്കിപ്പുറം തരിശായി കിടന്ന ഈ കുന്നിൻപുറം ഇന്ന് കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു പച്ചത്തുരുത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. തരിശുഭൂമിയും പരിസ്ഥിതി സൗഹൃദ ചിന്തയും ഒന്നിച്ചാൽ നിരവധി പച്ചക്കാവുകൾ സൃഷ്ടിക്കാവുന്നതാണെന്ന് ഈ പദ്ധതി സാക്ഷ്യപ്പെടുത്തുന്നു.